നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. അതിൽ തേർഡ് കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് സിയിലുള്ളത്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതിലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് 3 കാറ്റഗറി ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. 2 ആംബർസാൻഡ് സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സിമ്പിളിൻ്റെ പേര് ആംബർസാൻഡ് ആണ്. നിങ്ങൾ കീബോർഡിൽ നോക്കിയാൽ കാണാം. 2 എണ്ണം ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. ഓക്കെ, ആൻഡ് ഓപ്പറേറ്റർ. ഇനി സെക്കൻഡ് വൺ ഇസ് 2 പൈപ്പ് സിമ്പിൾ. കുത്തനെയുള്ള 2 സിമ്പിൾസ് കാണാം നമ്മുടെ കീബോർഡിൽ. അത് 2 എണ്ണം ഒരുമിച്ച് യൂസ് ചെയ്യുമ്പം ദാറ്റ് ബിക്കംസ് ലോജിക്കൽ or operator in C, and one more operator is there, logical not. ഓക്കെ, അതൊരു എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് സിയിലുള്ളത്. അതിൽ ഓരോ ഓപ്പറേറ്ററും എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വിൽ സി ലോജിക്കൽ ആൻഡ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ലോജിക്കൽ ആൻഡ് ആയാലും ലോജിക്കൽ ഓർ ആയാലും they are used to combine conditions. ഓക്കെ, കണ്ടീഷൻസ് വരുമ്പം റിലേഷണൽ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടീഷൻസ് കമ്പയർ ചെയ്യുമ്പം കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ലോജിക്കൽ ആൻഡ് ഓർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിൽ ആൻഡ് തന്നെ യു ക്യാൻ സീ വിത്ത് ആൻ എക്സാമ്പിൾ സോ ദാറ്റ് വിൽ ബി ക്ലിയർ ടു യു. ആൻഡ് logical and operator will return a true value if all the conditions are true. Okay, അത് കമ്പൈൻ ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ it will return a true value, and it will return a false value if any of one of the condition becomes false. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാൽ it is going to return a false value, അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളൊരു റെപ്രസെൻറ്റേഷൻ നമുക്ക് തരും. അപ്പം ഹൗ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. സപ്പോസ് നമുക്ക് എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അതിൻ്റെ വാല്യൂ ഞാൻ 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഐ ഹാവ് ഗിവൺ വാല്യൂ 5 ടു എ. ഇനി ഞാൻ ലോജിക്കൽ ആൻഡ് യൂസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പം അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ 2 ആംബർസാൻഡ് സിമ്പിൾസ് ആണ്. അപ്പം ഞാൻ ഇങ്ങനെ 2 കണ്ടീഷൻ കൊടുക്കുകയാണ്. കണ്ടീഷനുകളെ കമ്പൈൻ, 2 അല്ല കുറേ കണ്ടീഷനുകളെ കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ ലോജിക്കൽ ആൻഡും ലോജിക്കൽ ഓറും യൂസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാനിവിടെ 2 കണ്ടീഷനെ എടുക്കുന്നുള്ളൂ. ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 2 ഈക്വൽ ടു കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ? കമ്പയർ ചെയ്യാണ്. എയുടെ വാല്യൂ ഞാൻ 5 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദിസ്? എ ഈക്വൽ ടു 5 ആണ്. കറക്റ്റ് ആണ് അല്ലേ? എയുടെ വാല്യൂ 5 ആണ്. ഓക്കെ, ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ. And it is combined with a logical and. A is less than 10. 5 is a യുടെ value 5 ആണ്. 5 is less than 10. Sure, it is true. So if these 2 conditions are true, this will give you a true value, and in a true is represented with a binary 1. നോർമലി 1 എന്ന് പറഞ്ഞാൽ ട്രൂ എന്നും 0 എന്ന് പറഞ്ഞാൽ ഫോൾസ് എന്നുമാണ് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പറയുക. അപ്പോൾ നമുക്ക് ട്രൂ റിട്ടേൺ എന്ന് പറഞ്ഞാൽ കുറേ കണ്ടീഷൻസ് കമ്പൈൻ ചെയ്തിട്ട് എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ ആൻഡ് ഓപ്പറേറ്റർ ഇസ് ഗോയിങ് ടു റിട്ടേൺ യുവർ ട്രൂ വാല്യൂ. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയെന്ന് വിചാരിക്കാം. സി ഐ എം ജസ്റ്റ് മേക്കിംഗ് ദ ചേഞ്ച് ഇൻ ദ സെയിം എക്സാമ്പിൾ. അപ്പം ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ട്രൂ. എയുടെ വാല്യൂ 5 ആണ്. 5 10നേക്കാൾ ഗ്രേറ്റർ ആണോ? ഇല്ല. ഈ കണ്ടീഷൻ ഇസ് false. That means this is going to return you a false result which is represented by 0.
ഓക്കെ, അപ്പോൾ ഇതാണ് ലോജിക്കൽ ആൻഡ് ചെയ്യുന്നത്. ഇത് ഓരോന്നും യൂസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ അവിടെ യൂസ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഈ ഓപ്പറേറ്റർ എന്താണെന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് ലോജിക്കൽ ആൻഡ് ഡൂയിങ്? ലോജിക്കൽ ആൻഡ് കമ്പൈൻസ് സെവറൽ കണ്ടീഷൻസ് ടുഗെദർ ആൻഡ് ഇഫ് all the conditions are true, it is going to return you a true value. If any one of the condition goes wrong, it is going to give you a false value which is represented by binary 0. Okay, now just ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ലോജിക്കൽ ഓർ വരാൻ പോകുന്നത്, ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ. So we'll see what is logical or operator. Or which is represented in C language using two pipe symbols. ഇതിനെ പൈപ്പ് സിമ്പിൾ എന്നാണ് പറയുക. കുത്തനെയുള്ള രണ്ട് വരകളാണ്. ഇനി സെയിം ലോജിക്കൽ ഓർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, നമ്മളിപ്പോൾ ഒരുപാട് കണ്ടീഷനെ കമ്പൈൻ ചെയ്യാനാണ് ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് വിൽ ഗിവ് യു എ ട്രൂ വാല്യൂ. ഓക്കെ, ഇനി എപ്പോഴാണത് ഫോൾസ് തരിക? ഫോൾസ് വാല്യൂ തരിക എല്ലാ കണ്ടീഷനും ഫോൾസ് ആകുമ്പോൾ മാത്രമാണ് ലോജിക്കൽ ഓർ നമുക്ക് ഫോൾസ് റിസൾട്ട് തരിക. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് കാണാം. സി എ ഈക്വൽ ടു 5, സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു കമ്പൈൻ ദ കണ്ടീഷൻസ് എ ഈക്വൽ ടു 5 or here I am using the operator is different, it is logical or. രണ്ട് കണ്ടീഷൻ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. കുറേ എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും നമുക്ക് കമ്പൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ എൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് രണ്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എയുടെ വാല്യൂ 5 ആണ്. ഓക്കെ, ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 5 ഗ്രേറ്റർ ദാൻ 10, ഒരിക്കലും അല്ല. 5യുടെ വാല്യൂ ഒരിക്കലും 10നേക്കാൾ ഗ്രേറ്റർ അല്ല. അപ്പോൾ ആ കണ്ടീഷൻ ഫോൾസ് ആണ്. പക്ഷേ ദിസ് ഇസ് ഗോയിങ് ടു ഗിവ് യു എ ട്രൂ റിസൾട്ട്. വൈ? ലോജിക്കൽ ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി. ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു എ ട്രൂ റിസൾട്ട് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ബൈനറി 1. ഓക്കെ, നൗ എപ്പോഴാണിത് ഫോൾസ് തരാം? ഇത് ഫോൾസ് തരാം രണ്ട് കണ്ടീഷനും ഫോൾസ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ റിസൾട്ട് ഫോൾസ് ആയിട്ട് കിട്ടുക. സപ്പോസ് ഐ ഗിവ് എ വാല്യൂ ആസ് 6 ആൻഡ് ഇവാലുവേറ്റ് ദിസ് എക്സ്പ്രഷൻ. എയുടെ വാല്യൂ 6 ആണോ? അല്ല, എയുടെ വാല്യൂ 5 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഐ ഹാവ് ഗിവൺ എയുടെ വാല്യൂ ആസ് 5. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണ്. 5 ഗ്രേറ്റർ ദാൻ 10 ആണോ? ഒരിക്കലും അല്ല. അപ്പോൾ അതും തെറ്റാണ്. ഈ രണ്ട് കണ്ടീഷനും തെറ്റായപ്പം എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഗിവ് മീ എ ഫോൾസ് value which is represented by binary 0. Okay, so understand the meaning of this logical operator or. What or does is if any one of the condition which is combined using or is true, it is going to give you a true result. If all the conditions are false, it is going to give you a 0. Okay, hope it is clear. Ini adutha operator is logical not. Okay, so we'll see what is logical not operator. It is represented by an exclamation symbol in C. Okay, not is actually giving you the complement of the operand. അതായത് നമ്മളിപ്പം കോംപ്ലിമെൻറ്റ് ഓഫ് ദ കണ്ടീഷൻ. ഇപ്പം കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഇപ്പം ഞാൻ എയുടെ വാല്യൂ 5 ആയിട്ട് കൊടുത്തു. എന്നിട്ട് നോട്ട് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തു. നോട്ട് ഓഫ് എ ഈക്വൽ ടു 6. എ ഈക്വൽ ടു 6 ആണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പം അതെന്ത് ചെയ്യും? ദിസ് ഇസ് ഫോൾസ് അല്ലേ. എ ഈക്വൽ ടു 6 ആണോ? അല്ല, ദാറ്റ് ഇസ് ഫോൾസ്. നോട്ട് ഓഫ് ഫോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു എ നോട്ട് ഫോൾസ് മീൻസ് ഇറ്റ്സ് ട്രൂ. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ കണ്ടീഷൻ. അപ്പം നമ്മൾ എ ഈക്വൽ ടു 5 ആണെങ്കിൽ എന്താണ്? എയുടെ വാല്യൂ 5 ആണോ? ട്രൂ. ഇറ്റ് ഈസ് ട്രൂ. ഇറ്റ് ഈസ് ഗോയിങ് ടു ദിസ് ഇസ് ഞാൻ ട്രൂ എന്ന് കാണിക്കാൻ ടിക്ക് എന്ന് ഇടുന്നത് ഇറ്റ്സ് ട്രൂ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എ ഈക്വൽ ടു 5, യെസ് ഇറ്റ്സ് ട്രൂ. കണ്ടീഷൻ ഇസ് ട്രൂ. നോട്ട് ഓഫ് ട്രൂ, ട്രൂ അല്ലാത്ത സാഹചര്യം, ദാറ്റ് ഇസ് നോട്ട് ട്രൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു false. Okay, so the logical not operator is going to give the complement of the condition what is
happening. So hope the three logical operators are clear to you. ഇത് ഓരോന്നും യൂസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യും. അതിൻ്റെ മീനിങ് ഫസ്റ്റ് ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക. പിന്നെ ഈ ഫോൾസും ട്രൂവും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0യും 1ഉം വെച്ചിട്ടാണ്. ട്രൂ വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ 1 ആൻഡ് false will be represented by 0. And we'll learn in detail about the operators when we use all these things in an expression. Okay.